നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങേയറ്റം ദുരൂഹവും അപ്രതീക്ഷിതവുമായ ഒരു വാർത്തയാണ് ഇന്നലെ രാത്രി കൊച്ചി നഗരത്തിൽ നിന്ന് പുറത്തു വന്നത്. കൊച്ചി നഗരം സാക്ഷിയായത് നിരവധി ചോദ്യങ്ങൾ ഉയരുന്ന ഒരു ദുരൂഹ വാർത്തയിലേക്കാണ്. കൊച്ചി കച്ചേരിപ്പടിയിലുള്ള സെൻട്രൽ ടാക്സ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ഓഫീസിലെ അഡീഷണൽ കമ്മീഷണറായ ജാർഖണ്ഡ് റാഞ്ചി സ്വദേശി മനീഷ് വിജയ്, സഹോദരി ശാലിനി വിജയ്, ഇവരുടെ അമ്മ ശകുന്തള അഗർവാൾ തുടങ്ങിയവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയതാണ് സംഭവം. ഇവർ താമസിച്ചിരുന്ന കാക്കനാട് ഈച്ചുമുക്കിലെ സെൻട്രൽ എക്സൈസ് ക്വാർട്ടേഴ്സിലെ 114 നമ്പർ വീട്ടിലാണ് മൂവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 42 വയസ്സുള്ള മനീഷ് വിജയുടെ മൃതദേഹം ഹാളിനോട് ചേർന്നുള്ള വലത്തെ മുറിയിലും 35 വയസ്സുള്ള സഹോദരിയുടേത് വീടിന്റെ പിൻഭാഗത്തെ മുറിയിലും തൂങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത്. 80 വയസ്സിനോടടുത്ത് പ്രായമുള്ള മാതാവ് ശകുന്തള അഗർവാളിന്റെ മൃതദേഹം കണ്ടെത്തിയത് വീടിന്റെ ഇടത്തെ മുറിയിലും പുതപ്പുകൊണ്ട് മൂടി നിലയിലുമാണ്. മൃതദേഹത്തിൽ പൂക്കൾ വർഷിച്ച രീതിയിലാണ് കാണപ്പെട്ടത്. മനീഷിന്റെ മുറിയിൽ നിന്ന് ഹിന്ദിയിൽ എഴുതിയ ഒരു ഡയറി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ജീവിതത്തിലെ ചില നൈരാശ്യങ്ങൾ മൂലം മനീഷും മറ്റുള്ളവരും ജീവനൊടുക്കി എന്ന നിലയിലാണ് തൃക്കാക്കര പോലീസ് തയ്യാറാക്കിയ എഫ്ഐആറിൽ പറയുന്നത്. എന്നാൽ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ഇതിലുണ്ട്. അവിവാഹിതരായ സഹോദരങ്ങൾ മാതാവ് മരിച്ചതിന്റെ ആഘാതത്തിൽ ആത്മഹത്യ ചെയ്തതാണോ? ഇവരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടിയിരുന്നോ? തുടങ്ങി കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. മാതാവ് കോളേജ് അധ്യാപികയും ശാലിനി ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്ന് ഉയർന്ന റാങ്കിൽ വിജയിച്ച ആളുമാണ് എന്ന സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. മനീഷ് ഏറെക്കാലമായി കൊച്ചിയിലും കോഴിക്കോടും കസ്റ്റംസിന്റെ പ്രിവന്റീവ് വിഭാഗത്തിൽ ജോലി ചെയ്തിട്ടുള്ള ആളുകൂടിയാണ്. 1.5 വർഷം മുമ്പാണ് കൊച്ചിയിലേക്ക് സ്ഥലം മാറിയെത്തുന്നത്. അമ്മയും സഹോദരിയും എത്തിയത് 4 മാസം മുൻപ്. സാധാരണ രാവിലെ മനീഷിനെ ഓഫീസിൽ നിന്ന് കാറ് വന്ന് കൊണ്ടുപോകാറാണ് പതിവ്. വൈകിട്ടോടെ തിരിച്ചുമെത്തും. സഹോദരിക്കോ അമ്മയ്ക്കോ അവിടുത്തെ മറ്റ് വീട്ടുകാരുമായി കാര്യമായി ഒന്നും തന്നെ ബന്ധവുമില്ല. അമ്മ ഇടയ്ക്കിടെ പുറത്ത് കസേരയിൽ വന്നിരിക്കാറുണ്ട് എന്ന് സമീപവാസികൾ പറയുന്നു. ഏറെക്കുറെ ഒറ്റപ്പെട്ട സ്ഥലത്താണ് ഇവരുടെ ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നതും എന്നതുകൊണ്ട് തന്നെ മരിച്ച വിവരം പോലും ഈ ദിവസങ്ങളിൽ ആരും അറിഞ്ഞിരുന്നില്ല. സമീപത്ത് കളിക്കാനെത്തിയ കുട്ടികൾ വീടിന് സമീപത്ത് നിന്ന് ദുർഗന്ധം വമിക്കുന്നതിനെ തുടർന്ന് ഇവിടെ വന്ന് നോക്കിയിരുന്നു. എന്നാൽ പൂർണ്ണമായും അടച്ചിട്ട നിലയിലായിരുന്നു വീട്. അതിനാൽ തന്നെ ക്വാർട്ടേഴ്സിനടുത്തുള്ള മാലിന്യക്കൂനിൽ നിന്നുള്ള ദുർഗന്ധമായിരിക്കുമെന്നാണ് ഇവർ കരുതിയത്. ഒരാഴ്ചയായി മനീഷ് അവധിയിലായിരുന്നു. സഹോദരിയുടെ ആവശ്യാർത്ഥം നാട്ടിലേക്ക് പോകുന്നു എന്നായിരുന്നു മനീഷ് പറഞ്ഞത്. പിന്നീടും 10 ദിവസത്തിനൊടുവിലാണ് 3 പേരുടെയും മൃതദേഹം കണ്ടെത്തിയത്. അതാകട്ടെ ഒരാഴ്ച അവധിക്ക് പോയ ആൾ തിരിച്ചു വരാതിരിക്കുകയും മൊബൈലിൽ ലഭ്യമാകാതിരിക്കുകയും ചെയ്തതോടുകൂടി സഹപ്രവർത്തകർ വീട്ടിൽ അന്വേഷിച്ച് വന്നപ്പോഴാണ്. ഇവരുടെ ഒരു സഹോദരി വിദേശത്തുണ്ടെന്നാണ് കരുതുന്നത്. ഇവരുടെ വിവരം അറിയിക്കണമെന്നാണ് മനീഷിന്റെ ഡയറിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അതേസമയം അമ്മയുടെ മരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന കാര്യമാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. സഹോദരിയുടെ ജാർഖണ്ഡ് PSSC നിയമനവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നതായി സൂചനയുണ്ട്. മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. അമ്മയുടെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത ലഭിക്കാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരും. അതുവരെ കാത്തിരിക്കേണ്ടി വരും. സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നും ഈ കുടുംബത്തെ അലട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആത്മഹത്യയാണെങ്കിൽ എന്താണ് ഇവരെ ഇതിലേക്ക് നയിച്ചത് എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. സഹോദരിയുടെ ആവശ്യാർത്ഥം മനീഷ് ജാർഖണ്ഡിലേക്ക് പോയിരുന്നില്ല എന്നും വിവരമുണ്ട്. എന്താണ് ഇവരെ സംബന്ധിച്ച് ദുരൂഹതകൾ ചുഴറ്റാനുള്ള ശ്രമത്തിലാണ് പോലീസ്. 4 മുതൽ 5 ദിവസത്തെങ്കിലും പഴക്കം ഈ മൃതദേഹത്തിനുണ്ടെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ മരിച്ച ശാലിനി വിജയ് ജാർഖണ്ഡിലെ ഉന്നത ഉദ്യോഗസ്ഥയാണോ എന്നാണ് മറ്റൊരു ചോദ്യം. 2006 ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയിൽ 1ാം റാങ്കുകാരിയാണ് ശാലിനി. കേരളത്തിലെ KAS-ന് തുല്യമാണ് ഈ ഉദ്യോഗം. 2006 64 പേരാണ് ജാർഖണ്ഡിൽ ഈ പരീക്ഷയിൽ ജയിച്ചത്. അതിൽ 1ാമതായിരുന്നു ശാലിനി. അഴിമതിക്കെതിരെ പോരാടുമെന്ന് വ്യക്തമാക്കിയാണ് ശാലിനി ചുമതല ഏറ്റെടുത്തത്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന അർജുൻ മുഡയാണ് 2006 ശാലിനിക്ക് നിയമന ഉത്തരവ് കൈമാറിയത്. ഈ പരീക്ഷയ്ക്കായി മകൾ ട്യൂഷനോ കോച്ചിംഗ് ക്ലാസ്സിനോ ഒന്നും പോയിരുന്നില്ല എന്ന് അഭിമാനത്തോടെ അമ്മ പറയുകയും ചെയ്തിരുന്നു. ബൊക്കാറോ സ്റ്റീൽ സിറ്റിയിൽ ലെക്ചററായിരുന്നു 2006 ശാലിനി വിജയുടെ അമ്മ ശകുന്തള അഗർവാൾ. മകൾ കുടുംബത്തിന് അഭിമാനം നൽകിയെന്നായിരുന്നു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ശാലിനി വിജയനെ കുറിച്ച് അമ്മ അന്ന് പ്രതികരിച്ചത്. ശാലിനി ജാർഖണ്ഡിൽ ഡെപ്യൂട്ടി കളക്ടറാണെന്നും റിപ്പോർട്ടിലുണ്ട്. IAS റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഇവർക്കെതിരെ കേസുള്ളതായി പറയുന്നു. ഇതിന്റെ ആവശ്യത്തിനായി നാട്ടിലേക്ക് പോകുന്നുവെന്ന് മനീഷ് അറിയിച്ചിരുന്നതായി സഹപ്രവർത്തകർ പറയുന്നുണ്ട്. അടിമുടി ദുരൂഹമാണ് കാര്യങ്ങൾ.
2011 IRS ഉദ്യോഗസ്ഥനാണ് മനീഷ് വിജയ്. പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് 2006 തന്നെ ജാർഖണ്ഡിൽ ശാലിനി ജോലിയിൽ കയറുകയും ചെയ്തു. അതിനിടെ മനീഷിന്റെ മൂത്ത സഹോദരിയാണ് ശാലിനി എന്ന് സൂചനയും പുറത്തുവരുന്നുണ്ട്. മനീഷിന്റെ ബന്ധുക്കൾ എത്തിയാൽ മാത്രമേ ഇതിൽ എല്ലാം വ്യക്തത വരികയുള്ളൂ. ജാർഖണ്ഡ് സർക്കാരുമായി അടക്കം പോലീസ് ആശയവിനിമയം തുടങ്ങിയിട്ടുണ്ട്. മനീഷിന്റെയും കുടുംബത്തിന്റെയും പശ്ചാത്തലം മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് ഇത്. ജാർഖണ്ഡ് സ്വദേശിയായി അഡീഷണൽ കസ്റ്റംസ് കമ്മീഷണറെയും സഹോദരിയെയും അമ്മയെയും കാക്കനാട് ദൂരദർശൻ TV സെന്ററിലെ സെൻട്രൽ കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്തായാലും ഓരോ ദിവസവും പുറത്തുവരുന്നത് കേട്ടാൽ രക്തമരവിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന, ദുരൂഹതകളേറെയുള്ള ഓരോ വാർത്തകൾ തന്നെയാണ്. കൊച്ചി നഗരം കഴിഞ്ഞ ദിവസം രാത്രി അമ്മയുടെ ഫോൺ സ്കൂളിൽ കൊണ്ടുപോയതിനെ തുടർന്ന് ഫോൺ സ്കൂളുകാർ പിടിച്ചുവെക്കുകയും അതിൽ മനംനൊന്ത് വീട് വിട്ടിറങ്ങി പോകുന്ന ഒരു പെൺകുട്ടിയെ രാത്രി മുഴുവനും അന്വേഷിച്ച ശേഷമാണ് കണ്ടെത്തിയത്. ആ ഒരു കാരണം കേട്ടും കൊച്ചി നടുങ്ങിയിരിക്കുകയായിരുന്നു. പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ നിന്ന് വരുന്ന ഈ കൂട്ടക്കൊലപാതകം. എന്താണ് ഓരോ വീട്ടിലും സംഭവിക്കുന്നതെന്ന് സത്യത്തിൽ അറിയാൻ സാധിക്കുകയില്ല. പലതരത്തിലുള്ള ദുരൂഹതകൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് വലിയ കൊട്ടാരം പോലെയുള്ള വീട്ടിലും വലിയ ബുദ്ധിജീവികളുടെ വീട്ടിലും ഇടയിൽ സംഭവിക്കുന്ന ദുരൂഹതകളെ കുറിച്ചുള്ള കഥകൾ പുറത്തു വരുന്നത്. ഇത് തന്നെയാണ് കഴിഞ്ഞ 2-3 സംഭവ വികാസങ്ങളിലും കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്ത് മകൻ അച്ഛനെ വെട്ടിക്കൊന്ന സംഭവത്തിലും ഇങ്ങനെ തന്നെയാണ് നടന്നത്. ഇട്ടുമൂടാനുള്ള സ്വത്ത്, കൊട്ടാരം പോലെയുള്ള വീട്. പക്ഷേ ആ വീടിനകത്ത് കഴിഞ്ഞ 2 വർഷമായി ആ അച്ഛനും അമ്മയും മകന് അടിമയായിരുന്നു. വെറും അടിമ. മറ്റൊന്ന്, ഇവിടെ തൃശൂരിൽ പോട്ടയിൽ ബാങ്കിൽ 15 ലക്ഷം രൂപ കവർച്ച നടത്തിയ റിജോയുടെ അവസ്ഥയും ഇതുതന്നെയായിരുന്നു. ഇട്ടുമൂടാനുള്ള സ്വത്ത്, പുറത്തുമേ നിന്ന് നോക്കിയാൽ ആഡംബര വീട്, കൊട്ടാര തുല്യമായ ജീവിതം, സുഖസൗകര്യങ്ങൾ, ആര് സഹായം ചോദിച്ചു വന്നാലും സഹായിക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷേ സ്വന്തം ഭാര്യയെ പേടിച്ച് ഭാര്യയുടെ സ്വർണം എടുത്തു കൊടുക്കുവാനും ഭാര്യ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത പണം ദൂർത്തടിച്ചതിന്റെ കടം വീട്ടാൻ ബാങ്ക് കൊള്ളയടിക്കുന്നു. ഇവിടെ ഇതാ ഉയർന്ന ഉദ്യോഗസ്ഥൻ, കസ്റ്റംസിലടക്കം നല്ല ജോലി, ഉയർന്ന ഭാവി അടക്കമുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ കൂട്ടക്കൊലപാതകം. അങ്ങനെ ദുരൂഹതകൾ നിറഞ്ഞ പല ജീവിതങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. എന്തായാലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറയുമ്പോഴും എന്താണ് ഈ പലയിടത്തും സംഭവിക്കുക എന്നുള്ള ചോദ്യചിഹ്നം അപ്പോഴും, ആ ദുരൂഹത അപ്പോഴും അവസാനിക്കുന്നില്ല.